അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ എത്ര ദുആ ചെയ്തിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും അള്ളാഹു ഉത്തരം നൽകുകയില്ല. 1000 തവണ ദുആ ചെയ്താലും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ദുആ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിക്കാനായി പോകുന്നില്ല. അതുകൊണ്ട് നിർബന്ധമായും പ്രാർത്ഥിക്കുന്ന ആളുകൾ, പ്രശ്നങ്ങളുള്ളവർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്തുന്നവർ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിയണം. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ ആ 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. സലാസത്തു ഉമൂരിൻ ലാ യൻഫഉ ദുആഉ മഅൽ ജഹ്ലി ബിഹാ. 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ദുആ ഇരിക്കുന്നുണ്ട്, മാസങ്ങളായി വർഷങ്ങളായി ഒരേ കാര്യം തന്നെ റബ്ബിനോട് പറയുന്നുണ്ട്. കടങ്ങളുണ്ട്, മക്കളെ നന്നാക്കി തരണം, വീട് ഉണ്ടാക്കി തരണം, അതുപോലെ തന്നെ കുടുംബത്തിൽ ഖൈർ നൽകണം, നല്ല ആഖിബത്തോടുകൂടെ മരണപ്പെടണം. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് പറയുന്നുണ്ട്. എന്നാൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ പറയാതെ, ശ്രദ്ധിക്കാതെ, അത് അറിയാതെ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വിഫലമായി പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസു ഫി ദുആഇ. നമ്മുടെ പ്രാർത്ഥനയിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നതാണ്, ആത്മാർത്ഥത. ഓരോ പ്രാർത്ഥിക്കുന്ന സമയത്തും അള്ളാഹു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കണം. വെറുതെ ഒരു ഉറപ്പല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. 1000 തവണ പ്രാർത്ഥിച്ചിട്ട് 1001ാമത്തെ തവണ പ്രാർത്ഥിക്കുമ്പോഴും 1000 തവണ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഇനി പടച്ചോൻ എനിക്ക് ഉത്തരം തരുമോ ഇല്ലേ എന്നുള്ളൊരു ശങ്കയോടുകൂടെയാണോ പിന്നീട് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും അങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്തരം എനിക്ക് അല്ലാഹു ഉത്തരം നൽകുമോ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓരോ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എങ്കിലാണ് അഖ്ലിസി ദുആ ലില്ലാഹി വഹ്ദാ, ഏകനായ അല്ലാഹുവിനോട് മാത്രമായിട്ട് നമ്മൾ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം അല്ലാഹു തരും എന്നൊരു പ്രതീക്ഷത്തിൽ ഒരു ലെവലേശം പോലും സംശയം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ളന്നി ബില്ലാഹി വൽ യഖീനി ബിൽ ഇജാബ. അല്ലാഹു ഉത്തരം നൽകുമെന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അല്ലേ? എന്താണോ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ബാങ്കിൽ വീട് ജപ്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇനി ജപ്തിയൊക്കെ വീടോ, ലക്ഷങ്ങളുടെ കടങ്ങളുണ്ട്, ഇതൊക്കെ ആരെങ്കിലും വീട്ടിൽ തരുമോ? ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ രോഗം ഭേദമാകാൻ പോകുന്നില്ല, ഇനി ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഇതിനൊന്നും സാധ്യതയില്ല, അങ്ങനെ ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഒരു പക്ഷേ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാത്തതിൻ്റെ കാരണം നമുക്ക് അല്ലാഹുവിൻ്റെ ഇജാബത്തിലുള്ള സംശയം കൊണ്ടായിരിക്കാം. ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഓരോ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാഹു ഉറപ്പായും ഉത്തരം നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോഴാണ് അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം അദമുൽ ഇസ്തിഅജാലി വസ്സബ്റു ഫി ദുആഇ. ദുആ ചെയ്യുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അക്ഷമ കാണിക്കാതെ, അഥവാ ക്ഷമ കാണിക്കണം എന്നതാണ്. അല്ലേ? ക്ഷമിക്കുന്ന സ്വബർ ഉണ്ടാകുമ്പോഴാണ്, പെട്ടെന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ദുആ ചെയ്താൽ അല്ലാഹു അതിന് ഉത്തരം നൽകൂല. പടച്ചോനെ, ഒരുപാട് കാലമായി രോഗം ഭേദമാകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു, എനിക്ക് ഇന്ന് തന്നെ ഉത്തരം വേണം, അല്ലെങ്കിൽ നാളെ തന്നെ ഉത്തരം വേണം. നടക്കൂല. അല്ലെങ്കിൽ നാളെ അല്ലാഹു തരില്ല എന്നുള്ള ചിന്തയല്ല. അല്ലാഹു ചിലപ്പോൾ നമ്മൾ ചോദിച്ച ഉടനെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയേക്കാം. പക്ഷേ നമുക്കങ്ങനെ ചിന്ത ഉണ്ടാകാൻ പാടില്ല, അല്ലാഹു പെട്ടെന്ന് തരണം. എന്താ റബ്ബിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്? ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ, ഇന്ന് ചോദിച്ചില്ലേ, എത്ര തവണയായി ഞാൻ റബ്ബിനോട് പറയുന്നു. എന്നിങ്ങനെയുള്ള ചിന്തയോടുകൂടെ ക്ഷമയില്ലാതെയാണോ നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്തില്ല. ലാ യസ്തഅജിലു ബൽ യസ്ബിർ വയക്സിറു മിനദ് ദുആ. നിങ്ങളിങ്ങനെ വീണ്ടും 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 റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര തവണയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിലും ആ ക്ഷമ നിങ്ങൾ കൈവിടാൻ പാടില്ല. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകട്ടെ, ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്, വർഷങ്ങളായി ദുആ ഇരക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഖബൂല് നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.